ഇന്ന് നമുക്ക് നല്ല നാടൻ താറാവ് റോസ്റ്റ് ആയാലോ. വെൽക്കം ടു വിഹാൻസ് റെസിപ്പീസ്. അപ്പോൾ നമ്മൾ ഇതിനായിട്ട് ആദ്യം തന്നെ മസാലയാണ് തയ്യാറാക്കുന്നത്. ഒരു 5 ഏലക്ക, 2 ഗ്രാമ്പൂ, 2 പീസ് വരുന്ന കറുവാപ്പട്ട, 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകവും അതോടൊപ്പം 1 ടേബിൾ സ്പൂൺ വരുന്ന പെപ്പർ പൗഡറും. ഇനി ഇത് നല്ലതായിട്ട് നമ്മളൊന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം മുറിച്ചെടുത്ത് വെച്ചിട്ടുള്ള താറാവിനെ പ്രഷർ കുക്കറിലിട്ടിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാലയും അതോടൊപ്പം 1 ടേബിൾ സ്പൂൺ വരുന്ന മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ വരുന്ന നമ്മുടെ മല്ലിപ്പൊടിയും ഇത്തിരി മഞ്ഞളും ഉപ്പും ചേർത്ത് ഏകദേശം ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒറ്റ വിസിലടിച്ചെടുത്താൽ മതിയാകും. പിന്നെ അതിന് ശേഷം അധികം വേകാത്ത കഷ്ണങ്ങളാണുള്ളത്. ഇപ്പോൾ അത് നമ്മൾ ഒരു പാനിൽ ഇങ്ങനെ ഒന്ന് കഷ്ണങ്ങൾ മാത്രം എടുത്ത് 2-3 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്താൽ മതി കേട്ടോ. ഒട്ടും തന്നെ എണ്ണ ചേർത്ത് കൊടുക്കേണ്ടതില്ല. നമ്മുടെ താറാവിൻ്റെ കഷ്ണത്തിൽ നിന്ന് വരുന്ന ആ നെയ്മയം മാത്രം മതിയാകും ഇത് റോസ്റ്റായിട്ട് വരാനായിട്ട്. അപ്പുറത്ത് നമ്മൾ ഗ്രേവി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയും ആ ബാക്കി വന്ന എണ്ണയിലോട്ട് നമ്മൾ കടുക് ചേർത്ത് കൊടുക്കുന്നു. കടുക് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് കൊച്ചുള്ളി, അതോടൊപ്പം ഒരു 2 സവോള, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നമ്മുടെ എരിവിന് ആവശ്യത്തിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഏകദേശം 1 കിലോ വരുന്ന താറാവിനെയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. നാടൻ താറാവാണ് കേട്ടോ. അപ്പം ഇതൊന്ന് വഴന്ന് വരുന്ന സമയമാണ് ഇപ്പോൾ. ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് ആ ഗ്രേവിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. ഇനിയും ഈ ഗ്രേവി ഇതിനകത്ത് കിടന്നൊന്ന് കുറുകി വരണം. ചെറുതായിട്ട് ഇത് കുറുകി തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കി കൊടുക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു ഇത്തിരി വിനാഗിരി, അതായത് ഏകദേശം 1 ടീസ്പൂൺ വരുന്ന വിനാഗിരിയും കൂടെ ചേർക്കുക. പിന്നെ നമ്മൾ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ താറാവിൻ്റെ കഷ്ണങ്ങളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നല്ലതായിട്ട് ഈ ഗ്രേവിയിൽ കിടന്ന് തിളച്ച് വറ്റി വരും. ആ സമയത്ത് നമ്മൾ ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ പുറത്തുനിന്ന് വാങ്ങിയിട്ടുള്ള തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുത്തത്. ഏകദേശം ഒരു 1/2 കപ്പ് നല്ല കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള തേങ്ങാപ്പാലും കൂടെ ചേർത്ത് ഇത്തിരി നേരം കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോഴത്തേക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഡക്ക് റോസ്റ്റ് റെഡിയായി കഴിഞ്ഞു. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതിക്കൊണ്ട് Thanks for watching Vihands.